ഒരു വലിയ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം, അല്ലെങ്കിൽ ഒരു യുദ്ധം, ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ആദ്യം കട്ടാവുന്നത് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളാണ്. അങ്ങനെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ കട്ടാവുമ്പോൾ നമുക്ക് പുറം ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അവിടെയാണ് ഹാം റേഡിയോയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത്. ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രളയവും യുദ്ധ സാഹചര്യവും പോലുള്ള അടിയന്തരാവസ്ഥകളിൽ എങ്ങനെ നമുക്കൊരു പോർട്ടബിൾ ഹാം റേഡിയോ സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഹാം റേഡിയോ ഒരു ഹോബി മാത്രമല്ല, അനേകം ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. കാരണം ഭാവിയിൽ നിങ്ങളുടെയോ മറ്റാരുടെയെങ്കിലും ജീവൻ ഇത് കാരണം രക്ഷിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിലെ ആൻറ്റനയ്ക്കാണ്. ഈ ട്രൈപോഡിലാണ് ഞാൻ ആൻറ്റന സെറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന കോയിൽ എന്ന് പറയുന്നത് കോയാക്സിയൽ കേബിൾ കോയിലാണ്. ഫീഡ് ലൈൻ റേഡിയേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഈ കോയിൽ ഉപയോഗിക്കുന്നത്. ഇനി ബാഗിൽ നിന്ന് ഓരോരോ കമ്പോണന്റുകളായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, പോർട്ടബിൾ ഹാം റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ കമ്പോണൻറ്റുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് അസംബിൾ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ആൻറ്റന ലോഡിംഗ് കോയിൽ. ഒരു പോർട്ടബിൾ റേഡിയോ ഓപ്പറേഷന് ഫുൾ സൈസ് ആൻറ്റന കൊണ്ടു നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കോയിൽ ലോഡഡ് വെർട്ടിക്കൽ ആൻറ്റന ഉപയോഗിക്കുന്നത്. ലോഡിംഗ് കോയിൽ ഉപയോഗിക്കുന്നതിലൂടെ ഈ ആൻറ്റനയുടെ ഫിസിക്കൽ ലെങ്ത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ടെലിസ്കോപ്പിക് ആൻറ്റന. വടകര ഹാം റേഡിയോ മീറ്റിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റോളിൽ നിന്നും വാങ്ങിയതാണ് ഇത്. ഈ ടെലിസ്കോപ്പിക് ആൻറ്റന ലോഡിംഗ് കോയിലിലേക്ക് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ആൻറ്റന സാവധാനം മുകളിലേക്ക് വലിച്ചു നീട്ടാം. ഈ കാണുന്നതാണ് ടെലിസ്കോപ്പിക് ആൻറ്റനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. 5 മീറ്ററാണ് ഈ ടെലിസ്കോപ്പിക് ആൻറ്റനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 20 മീറ്ററിൻ്റെ ഇലക്ട്രിക്കൽ വയറാണ്. ഈ വയർ ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആൻറ്റനയുടെ കൗണ്ടർ പോയിസ് ആയിട്ടാണ്. ഈ വയർ 10 മീറ്ററായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ ആൻറ്റനയിൽ 10 മീറ്ററിൻ്റെ 2 കൗണ്ടർ പോയിസുകളാണ് ഉപയോഗിക്കുന്നത്. ഈ വയറിൻ്റെ സെൻറ്ററിലുള്ള കുറച്ച് ഇൻസുലേഷൻ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇൻസുലേഷൻ കളഞ്ഞ ആ ഭാഗം ഈ ആൻറ്റനയുടെ സ്ക്രൂവിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ കൗണ്ടർ പോയിസ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗ്രൗണ്ടിലേക്ക് വലിച്ചു നീട്ടി ഇടുക. അങ്ങനെ 2 ഭാഗത്തായിട്ടും 10 മീറ്ററിലുള്ള കൗണ്ടർ പോയിസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ആൻറ്റന നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നാനോ VNA ആണ്. ഇനി ഈ നാനോ VNAയിലേക്ക് SO2392 SMA കണക്ടർ കണക്ട് ചെയ്യാം. ഇനി നാനോ VNA നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതിൽ ഞാൻ ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റീകാൾ ചെയ്യാം. ഈ നാനോ VNAയിൽ ഞാൻ
SWR വാല്യൂവും ആൻറ്റിന ഇംപിഡൻസുമാണ് ഇപ്പോൾ മെഷർ ചെയ്യുന്നത്. ഇനി ഈ ആൻറ്റിന നാനോ VNAയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ആൻറ്റിനയിലെ ലോഡിംഗ് കോയിലിൽ ഒരു ക്ലിപ്പുണ്ട്. അത് ഈ ലോഡിംഗ് കോയിലിലെ ടാപ്പിങ്ങിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നാനോ VNAയിലെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ യെല്ലോ SWR സ്കെയിലിൽ ഒരു ഡിപ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനാകും. ഇനി ഫ്രീക്വൻസിയുടെ ബാൻഡ് വിട്ട് കുറച്ച് നമുക്ക് അത് ശരിക്കുമൊന്ന് ഒബ്സർവ് ചെയ്തെടുക്കാം. .220 ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ നല്ല SWR വാല്യൂ കാണിക്കുന്നത്. അത് നമുക്ക് 7.110ലേക്ക് എത്തിക്കണം. അതിനായിട്ട് ഈ ക്ലിപ്പ് നമുക്ക് മറ്റൊരു ടാപ്പിങ്ങിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ 7.110 മെഗാഹെർട്സിൽ നല്ല കൃത്യമായിട്ടുള്ള SWR വാല്യൂ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഇംപിഡൻസുമാണ് കാണിക്കുന്നത്. 51 ഓംസ് ഇംപിഡൻസ് ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഇതോടെ ഈ ആൻറ്റിന നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസിയിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. മെഷർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ നാനോ VNA വളരെ ഭദ്രമായി തന്നെ ബാഗിലേക്ക് തിരികെ വെക്കണം. കാരണം ഇതൊരു ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത പോർട്ടബിൾ ബിറ്റെക്സ് ഹാം റേഡിയോ ട്രാൻസീവർ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസീവറിലേക്ക് നമുക്ക് ഈ ആൻറ്റിനയുടെ കേബിൾ കണക്ട് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് 12 വോൾട്ടിൻ്റെ UPS ബാറ്ററിയാണ്. ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഹാം റേഡിയോ ട്രാൻസീവർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വോളിയം നമുക്ക് കൂട്ടി നോക്കാം. ഫ്രണ്ട്സ്, ഇനി ഈ ട്രാൻസീവറിലേക്ക് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. CQ. This is Victor Uniform 3 India Zulu Delta. Victor Uniform 3 India Zulu Delta. Anybody on this frequency? Over. Victor Uniform number 3 Lima Kilo Zulu. Victor Uniform number 3 Lima Kilo Zulu. Handle Rangi QTH over. Victor Uniform 3 LKZ. This is VU3 India Zulu Delta from Trivandrum. How's my report? Over. Roger. 58 to 59 is the copy, German. Comfortable copy. Band കുറച്ചും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ 59 ആയിട്ട് വരും തോന്നുന്നു. Good copy, comfortable copy, readable, comfortable copy, German. Go ahead, VU3 India Zulu Delta, VU3 LKZ, over. Okay, Roger. VU3 LKZ. This is VU3 India Zulu Delta returning. Okay, you are on 519. നല്ല കോപ്പിയാണ്, ലെസ് നോയ്സ് ആണ്. Now I'm transmitting on a 20 watts of power with a portable vertical antenna. It's a portable station. You are on 519. Okay, VU3 LKZ. Thanks for the great QSO. 73 cent. Bye bye. VU3 LKZ. This is VU3 India Zulu Delta signing clear. Over. Roger. Very good copy. Last hour 59 വരെ എത്തി. നല്ല കോപ്പിയാണ്, പോർട്ടബിൾ ആണല്ലോ. Very good. Great job, German. 73 for the time being. Have a good day. VU3 LKZ signing clear. Bye bye. 73 cent. Bye bye. ഇനി നമുക്ക് അടുത്തൊരു റേഡിയോ സ്റ്റേഷനെയും കൂടെ വിളിച്ചു നോക്കാം. CQ contact. Victor Uniform 2 Delta. Thank you for calling CQ contact. Victor Uniform 3 India Zulu Delta QRP portable. Over. Roger. India Zulu, please once again. Victor Uniform 3 India Zulu Delta. Victor Uniform 3 India Zulu Delta QRP portable. Over. Roger. India Zulu Delta. Is it German, Roger? അതെ ജോമോൻ. V2 DTH. This is V3 India Zulu Delta ജോമോൻ QRP portable. Over. Roger. Beautiful copy, dear German. Beautiful copy. 58 is the report. Not very strong but clear copy at my end, dear German.
And I will contact your number is 015 is your number. Please give me my number, Roger. Okay, Roger. You are on 0505 over. 005. Okay, Roger. Handy type ആണോ? Handy type system ആണോ, Roger? അതെ അതെ, ഹാൻഡി ടൈപ്പ് സെറ്റാണ്. പോർട്ടബിൾ വിപ്പ് ആൻറ്റനയാണ്. അന്ന് വടകരയിൽ നിന്ന് വാങ്ങിച്ച ടെലിസ്കോപ്പിക് വിപ്പ് ആൻറ്റനയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 20 വാട്ട്സ് ആണ് ഔട്ട്പുട്ട് പവർ. QSL ഓവർ. ഫൈവ് നയൻ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങിലാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് ക്യൂസോ V2DTH 73 Sun. Bye-bye. Victor Uniform 3 India Delta V2DTH over. Okay, Roger. Okay, Joman, thank you very much for the contact and see you again, dear. Have a nice day. Bye-bye. 73 Sun. Bye-bye. ഇന്നത്തെ പോർട്ടബിൾ ഹാം റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലെ ഓൾ ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.